വെൽക്കം ടു ലേണിനോ. നമ്മൾ കെമിസ്ട്രി ഫോർ എൻജിനീയേഴ്സ് എന്ന് പറയുന്ന പേപ്പറിലെ ഓരോ മൊഡ്യൂൾ വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഇലക്ട്രോകെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചു വന്നൊരു ടോപ്പിക്കാണ് ഈ ഇലക്ട്രോകെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ലെവൽ ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ സിലബസ് ഡിസ്കഷനിൽ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഇലക്ട്രോകെമിക്കൽ സെല്ല്, വാട്ട് ഈസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, എന്താണ് നെർൻസ്റ്റ് ഇക്വേഷൻ, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ്, ദെൻ റെഫറൻസ് ഇലക്ട്രോഡ് എന്താണ്, ആ റെഫറൻസ് ഇലക്ട്രോഡ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ വർക്കിംഗ്, ദെൻ ലിഥിയം അയോൺ ബാറ്ററി, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്, അതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. ദെൻ നെക്സ്റ്റ് സെക്ഷനായ കൊറോഷൻ, ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ എന്താണ്, വാട്ട് ഈസ് ഗാൽവാനിക് സീരീസ്, കൊറോഷൻ കൺട്രോളിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, കാഥോഡിക് പ്രൊട്ടക്ഷൻ, അതായത് ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് കൊറോഷൻ കൺട്രോൾ ചെയ്യാം. അതിൽ രണ്ടെണ്ണമാണ് കാഥോഡിക് പ്രൊട്ടക്ഷനിലും സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷനും ഇംപ്രസ്ഡ് കറണ്ട് മെത്തേഡും. ഇനി എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്, എന്താണ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പതിയെ സിലബസിലേക്ക് വരാം. വാട്ട് ഈസ് ഇലക്ട്രോകെമിസ്ട്രി? The branch of chemistry which deals with the two forms of energy such as electrical energy and chemical energy and the interconversion of one form to another is called electrochemistry. എന്താണ് ഇലക്ട്രോകെമിസ്ട്രി? ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണത്. നമ്മുടെ കെമിസ്ട്രിയിൽ ഒത്തിരി ബ്രാഞ്ചുകളുണ്ട്. ഒത്തിരി ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി. അതുപോലെ ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇവിടെ രണ്ട് ഫോംസ് ഓഫ് എനർജിയെക്കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് സെക്കൻഡ് വൺ ഈസ് കെമിക്കൽ എനർജി. ഇനി ഇലക്ട്രിക്കൽ എനർജിയെ എങ്ങനെ കെമിക്കൽ എനർജി ആക്കാം, കെമിക്കൽ എനർജിയെ എങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ആക്കാം, ഇതാണ് ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ബേസിസിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഇലക്ട്രോകെമിക്കൽ സെൽ ചേഞ്ചസും രണ്ട് ടൈപ്പ് നമുക്ക് സെല്ലുകളും വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോളിറ്റിക് സെൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഗാൽവാനിക് സെൽ ഓർ ഇലക്ട്രോകെമിക്കൽ സെൽ. അപ്പോൾ ഇലക്ട്രോകെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ interconversion of electrical energy and chemical energy. According to this, there are two types of cells. First one is electrolytic cell and second one is galvanic or electrochemical cell. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ ഡിഫറൻസ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോളിറ്റിക് സെൽ ആൻഡ് ഗാൽവാനിക് സെൽ. ഇലക്ട്രോളിറ്റിക് സെല്ലും ഗാൽവാനിക് സെല്ലും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയോ ഡിഫറൻസുകൾ ഉണ്ടായതുകൊണ്ടാണല്ലോ അത് രണ്ട് കാറ്റഗറിയിലാക്കി വച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോളിറ്റിക് സെൽ. ഇറ്റ് ഈസ് used for the conversion of electrical energy into chemical energy. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രോളിറ്റിക് സെല്ല് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോളിറ്റിക് സെൽ യൂസ്ഡ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണെങ്കിലോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് ഓഫ് ഡിഫറൻസ്, ഇറ്റ് റിക്വയർസ് EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ആർക്ക് ആവശ്യമാണ്? ഇലക്ട്രോളിറ്റിക് സെല്ലിന് ആവശ്യമാണ്. ഇനി ഇലക്ട്രോ കെമിക്കൽ സെല്ലാണെങ്കിലോ ഇറ്റ് പ്രൊഡ്യൂസ് EMF. ഇലക്ട്രോളിറ്റിക് സെല്ല് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അത് EMFനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും. ഓക്കെ, ദെൻ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണെങ്കിലോ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോവരുത്. ഇലക്ട്രോളിറ്റിക് സെല്ലാണെങ്കിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും, ഇലക്ട്രോ കെമിക്കൽ സെല്ലാണെങ്കിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും.
നെക്സ്റ്റ് പോയിന്റ്, ഡിസ്ചാർജസ് ഓഫ് അയോൺസ് ഒക്കേഴ്സ് അറ്റ് ബോത്ത് ഓഫ് ദ ഇലക്ട്രോഡ്. രണ്ട് ഇലക്ട്രോഡിലും അയോൺസിൻ്റെ ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. ഇലക്ട്രോ കെമിക്കൽ സെല്ലാണെങ്കിൽ ഡിസ്ചാർജസ് ഓഫ് അയോൺസ് ഒക്കേഴ്സ് ഒൺലി അറ്റ് കാഥോഡ്. കാഥോഡിൽ മാത്രമേ അയോൺസിൻ്റെ എന്ത് നടക്കുന്നുള്ളൂ, ഡിസ്ചാർജ് നടക്കുന്നുള്ളൂ. ദെൻ ഇലക്ട്രോളിറ്റിക് സെൽ, നോ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഒക്കേഴ്സ്. സ്പോണ്ടേനിയസ് ആയിട്ട് അതിനകത്ത് ഒരു റിയാക്ഷനും പെട്ടെന്നൊരു റിയാക്ഷനും നടക്കുന്നില്ല, ഗ്രാജുവലി മാത്രമേ റിയാക്ഷൻ നടക്കുന്നുള്ളൂ. ദെൻ ഇലക്ട്രോ കെമിക്കൽ സെൽ, സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ഒക്കേർ. സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ഷൻസ് എവിടെ നടക്കുന്നുണ്ട്, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നടക്കുന്നുണ്ട്. ഇലക്ട്രോളിറ്റിക് സെൽസ് ആർ ഇറിവേഴ്സിബിൾ. ഓക്കെ, ഇറിവേഴ്സിബിൾ ആണ്, നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. ബട്ട് ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആർ റിവേഴ്സിബിൾ. നമുക്ക് ഫോർവേഡും ബാക്ക്വേഡും റിയാക്ഷൻസ് ഇതിനകത്ത് പോസിബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോളിറ്റിക് സെൽ കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി, വേറാസ് ഇലക്ട്രോ കെമിക്കൽ സെൽ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രോളിറ്റിക് സെൽ റിക്വയർസ് EMF, ഇലക്ട്രോ കെമിക്കൽ സെൽ പ്രൊഡ്യൂസ് EMF. In electrolytic cell, anode is positive and cathode is negative. In electrochemical cell, anode is negative and cathode is positive. In the case of electrolytic cell, discharges of ions occurs at both of the electrode. രണ്ട് ഇലക്ട്രോഡിലും അയോൺസിൻ്റെ ഡിസ്ചാർജ് പോസിബിൾ ആണ്. ഇലക്ട്രോകെമിക്കൽ സെൽ ആണെങ്കിലോ ഡിസ്ചാർജസ് ഓഫ് അയോൺസ് ഒക്കേഴ്സ് ഒൺലി അറ്റ് കാഥോഡ്. കാഥോഡിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഇലക്ട്രോളിറ്റിക് സെൽ, നോ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഒക്കേഴ്സ് അറ്റ് ഇലക്ട്രോളിറ്റിക് സെൽ ആൻഡ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഒക്കേഴ്സ് അറ്റ് ഇലക്ട്രോകെമിക്കൽ സെൽ. The reactions are irreversible in electrolytic cell and reversible in electrochemical cell. അപ്പോൾ ഒരു 3-4 പോയിന്റ് ഓഫ് ഡിഫറൻസ് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽസിനെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ആവശ്യം. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിളാണ് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നൊരു കാര്യമാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. നമ്മളൊരു 9th സ്റ്റാൻഡേർഡ് തൊട്ടൊക്കെ പഠിക്കുന്ന ഒരു സെല്ലാണ് ഡാനിയൽ സെൽ. അപ്പോൾ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ 2 ഹാഫ് സെൽസ് ആയിട്ട് ചേർന്ന് ഇരിക്കുന്ന ഒരു സെല്ലാണ് ഡാനിയൽ സെൽ. എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. അതായത് സിങ്കിൻ്റെ ഒരു ദണ്ട് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനകത്ത് ഇട്ട് വച്ചിരിക്കുന്നു. അതിനെ ആനോഡ് എന്നും, ദെൻ തൊട്ടിപ്പുറത്തൊരു ബീക്കറിനകത്ത് കോപ്പർ സൾഫേറ്റിനകത്ത് കോപ്പർ റോഡ് ഇട്ട് വച്ചിരിക്കുന്നതിനെ കാഥോഡ് എന്നും വിളിക്കും. ഇനി രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. അതാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് കൺസിസ്റ്റ് ഓഫ് സിങ്ക് റോഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് സെക്കൻഡ് കൺസിസ്റ്റ് ഓഫ് കോപ്പർ റോഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ബോത്ത് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ സോൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, ഇനി ആനോഡ് എപ്പോഴും നമുക്കറിയാം, ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷനും കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷനുമാണ്. ഓക്കെ, ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ, കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ. അപ്പം സിങ്ക് ആണ് ഇവിടുത്തെ ആനോഡിക് ഹാഫ് സെൽ എന്ന് പറയുന്നത്. അപ്പം സിങ്കിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിങ്ക് എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തുകൊണ്ട് Zn2+ ആയിട്ട് മാറും. Zn gives Zn2++ 2 ഇലക്ട്രോൺ. ഓക്കെ, ദെൻ ആ 2 ഇലക്ട്രോണിനെ ആര് സ്വീകരിക്കും? കാഥോഡ് സ്വീകരിക്കും. കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺസും, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസും. അപ്പോൾ Cu2++ സിങ്ക് കളഞ്ഞ 2 ഇലക്ട്രോണിനെ വാങ്ങിക്കൊണ്ട് കോപ്പറായിട്ട് മാറും. ഇൻ ആനോഡ്, സിങ്ക് ലീവ്സ് ഇറ്റ്സ് ഇലക്ട്രോൺ ടു ദ സിങ്ക് ഇലക്ട്രോഡ് ആൻഡ് ഗോസ് ടു ദ സിങ്ക് സൊല്യൂഷൻ. സോ ആനോഡ് ഗെറ്റ് എ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ആനോഡിന് നെഗറ്റീവ് ചാർജും കാഥോഡിന് പോസിറ്റീവ് ചാർജും കിട്ടും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ നടന്നു. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ നടക്കുമ്പോഴത്തേക്കിന് ആ സെൽ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഡാനിയൽ സെല്ലിൽ 2 ഹാഫ് സെൽസ് ആണുള്ളത്. സിങ്ക് റോഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ റോഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ബോത്ത് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ സോൾട്ട് ബ്രിഡ്ജ്. സിങ്കിൽ നടക്കുന്നത് ആനോഡ് ആയതുകൊണ്ട് ഓക്സിഡേഷൻ, കോപ്പറിൽ നടക്കുന്നത് കാഥോഡ് ആയതുകൊണ്ട് റിഡക്ഷൻ.
ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇനി ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് Zn ബാർ ZnSO4 ഡബിൾ ബാർ CuSO4 ബാർ Cu. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ബാർ എന്ന് പറയുന്നത് ആ സോൾട്ട് ബ്രിഡ്ജിനെയാണ്. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു യു ഷേപ്പ്ഡ് ട്യൂബാണ്. അതിനകത്ത് പൊട്ടാസ്യം ക്ലോറൈഡ് ജെല്ലും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു യു ഷേപ്പ്ഡ് ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഈ സർക്യൂട്ടിനൊരു പൂർണ്ണത വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യണം. വെൻ ഇലക്ട്രോൺസ് ഫ്ലോ ത്രൂ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ദർ ഷുഡ് ബി ഫ്ലോ ഓഫ് അയോൺസ് ബിറ്റ്വീൻ കമ്പാർട്ട്മെൻറ്റ്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ അയോൺസിൻ്റെ കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യണമെങ്കിൽ ഈ ഒരു സോൾട്ട് ബ്രിഡ്ജ് വേണം. അതുപോലെ തന്നെ ഈ അയോൺസ് തമ്മിൽ ഇൻ്റർമിക്സ് ചെയ്യാതിരിക്കുക, അതായത് സിങ്ക് ഇരിക്കുന്ന ആ ഒരു ബീക്കറിലോട്ട് കോപ്പർ വന്ന് വീഴാതെ, കോപ്പർ ഇരിക്കുന്ന ബീക്കറിലോട്ട് സിങ്ക് വന്ന് വീഴാതെ നോക്കുന്നത് ഈ സോൾട്ട് ബ്രിഡ്ജാണ്. സോൾട്ട് ബ്രിഡ്ജിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ്, അമോണിയം നൈട്രേറ്റ് തുടങ്ങിയ സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഒരു യു ഷേപ്പ്ഡ് ഗ്ലാസ് ട്യൂബിനകത്ത് ഫില്ല് ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, ഇനി ഇതിനൊരു റിവേഴ്സിബിൾ സെല്ലെന്ന് പറയാനുള്ള കാരണം നമ്മൾ ആദ്യം ഡിഫറൻസ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഇലക്ട്രോകെമിക്കൽ സെല്ലെന്ന് പറഞ്ഞ ഒരു റിവേഴ്സിബിൾ സെല്ലാണ്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ദ കെമിക്കൽ റിയാക്ഷൻ സ്റ്റോപ്സ് വെൻ ആൻ എക്സാക്റ്റ്ലി ഈക്വൽ ആൻഡ് ഒപ്പോസിങ് EMF ഈസ് അപ്ലൈഡ്. നമ്മളിപ്പോൾ ഈ ഒരു സെല്ല് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്ന് ഇതിനെ ഒപ്പോസ് ചെയ്യാൻ തക്കവണ്ണം ഒരു EMF നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ സെല്ലിൻ്റെ റിയാക്ഷൻ എന്ത് ചെയ്യും? അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇഫ് ഒപ്പോസിങ് EMF ഈസ് ഗ്രേറ്റർ ദാൻ സെൽ ദ കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ്ഡ്. ഇനി ഈ നമ്മൾ കൊടുക്കുന്ന EMF സെല്ലിൻ്റെ EMFനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ റിയാക്ഷൻ എന്ത് ചെയ്യും? നേരെ തിരിച്ചു വരും. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഓവറോൾ റിയാക്ഷനും സെൽ റെപ്രസെൻറ്റേഷനും. നമുക്കൊരു ജസ്റ്റ് ഒരു ഇലക്ട്രോകെമിക്കൽ സെൽ എന്താണെന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡാനിയൽ സെൽ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നതാണ് നമ്മുടെ ഇതിനകത്ത് ഇലക്ട്രോകെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് നെർൻസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. Nernst equation is the fundamental equation that gives the relationship between electrode potential and concentration of electrolyte. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയും ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനെയും, അതായത് ഇപ്പോൾ സിങ്ക് റോഡിൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, അതിൽ സിങ്കാണ് ഇലക്ട്രോഡ്, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇതിനെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് നമ്മുടെ നെർൻസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. സെയിം ഡെറിവേഷൻ തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. നമുക്കിവിടെ ഒരു ജനറൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. Mn++ n ഇലക്ട്രോൺ ഗീവ്സ് M. അതായത് എന്തോ ആവാം, Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. അപ്പോൾ ജനറലായിട്ട് നമുക്ക് മെറ്റൽസിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മളിവിടെ ക്യാപിറ്റൽ ലെറ്റർ M കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് തെർമോഡൈനാമിക് റിലേഷൻസ് നോക്കാം. ഫോർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഫ്രീ എനർജി ചേഞ്ച് ഈസ് റിലേറ്റഡ് ടു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അപ്പം നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ΔG ആണ്, ഗിബ്സ് ഫ്രീ എനർജി. ആ ഗിബ്സ് ഫ്രീ എനർജിയും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ അവിടെ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇക്വേഷൻ ഈസ് കാൾഡ് ΔG ഈസ് ഈക്വൽ ടു ΔG0 + RT ln K. ഈ ഒരു ഇക്വേഷൻ നമ്മൾ തെർമോഡൈനാമിക്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ΔG എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ എനർജി ചേഞ്ച്. ΔG0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഫ്രീ എനർജി ചേഞ്ച്. ഇനി R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ഇനി log K എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. Okay, ΔG is the free energy change, ΔG0 is the standard free energy change, R is the universal gas constant, K is the equilibrium constant and T is the temperature in Kelvin. അപ്പം നെർൻസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോഡും അതിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷനെ ഡിനോട്ട് ചെയ്യുന്ന ഇക്വേഷനാണ് നെർൻസ്റ്റ് ഇക്വേഷൻ. അപ്പം നെർൻസ്റ്റ് ഇക്വേഷന് വേണ്ടി ജനറലായിട്ട് നമ്മൾ Mn++ n ഇലക്ട്രോൺ ഗീവ്സ് M എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ എടുത്തു. അതിൽ നിന്ന് നമ്മൾ തെർമോഡൈനാമിക്സിൽ പോയിട്ട് തെർമോഡൈനാമിക്സിൽ ΔG ഈസ് ഈക്വൽ ടു ΔG0 + RT ln K എന്ന് പറയുന്നൊരു ഇക്വേഷനും നമ്മളെ കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് നോക്കാം. ഇനി അടുത്തൊരു റിലേഷനാണ്
EMFും അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഗിബ്സ് എനർജിയും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -NFE എന്ന് പറയുന്നത്. ഓക്കെ, അതും ഒരു തെർമോഡൈനാമിക് റിലേഷനാണ്. അപ്പം നമ്മൾ രണ്ട് റിലേഷൻസ് ഇവിടെ അപ്ലൈ ചെയ്യുക. ആദ്യം പറഞ്ഞ റിലേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുമായിട്ടുള്ള റിലേഷൻ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുമായിട്ടുള്ള റിലേഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു -NFE. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഒരു റിയാക്ഷനിൽ അല്ലെങ്കിൽ ഒരു സെല്ലിൽ എത്ര ഇലക്ട്രോൺസ് പങ്കെടുക്കുന്നു. ഇപ്പം നമ്മൾ നേരത്തെ ഡാനിയൽ സെല്ല് പഠിച്ചപ്പോൾ പറഞ്ഞു Zn gives Zn2++ 2 ഇലക്ട്രോൺ. അപ്പോൾ ആ N എന്ന് പറഞ്ഞാൽ അവിടെ ഡാനിയൽ സെല്ലിൻ്റെ കേസിൽ 2 ആണ്. F എന്ന് പറഞ്ഞാൽ ഫാരഡേ കോൺസ്റ്റൻറ്റ് 96500, അതാണ് ഫാരഡേ കോൺസ്റ്റൻറ്റ് ഈസ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി ഇതിന് നമുക്ക് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 298 കെൽവിനിലും 1 atm പ്രഷറിലും ആണ് ഈ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അതിന് നമുക്ക് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു -NFE0. ഓക്കെ, അപ്പം ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -NFE നമ്മൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവന്നു. ഇനി നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു ഇക്വേഷൻ ഇവിടെ നോക്കിയിട്ടുണ്ട്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ G0 പ്ലസ് RT/ln K എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷനിലോട്ട് നമുക്ക് ഇവിടെ ഡെൽറ്റ ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും? നമ്മുടെ ഇവിടെ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ G0 പ്ലസ് RT/ln K എന്നല്ലേ. അപ്പോൾ അതിനകത്ത് ഡെൽറ്റ ജിക്ക് പകരം -NFEയും ഡെൽറ്റ G0ക്ക് പകരം -NFE0യും ബാക്കി RT/ln K എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ Mn++n ഇലക്ട്രോൺ ഗീവ്സ് M എന്നല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ, അതാണല്ലോ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. നമ്മൾ പണ്ട് +2 ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് M ഡിവൈഡഡ് ബൈ Mn+. അപ്പോൾ അത്ര ഇക്വേഷൻസ് മനസ്സിലായല്ലോ. M ഡിവൈഡഡ് ബൈ M+, ഓർ Mn+, ഏതോ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ എത്തിച്ചേർന്നു. -NFE ഈസ് ഈക്വൽ ടു -NFE0 പ്ലസ് RT/ln M/Mn+. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് വേണ്ടത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൻ്റെ റിലേഷനാണ്. നമുക്ക് ഈ N-ഉം F-ഉം ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് ഒരു -NF കൊണ്ട് ഈ ഇക്വേഷനെ അങ്ങ് ഡിവൈഡ് ചെയ്യാം. അതായത് -NFE ഈസ് ഈക്വൽ ടു -NFE0 പ്ലസ് RT/ln M/Mn+നെ നമ്മൾ എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് ഒരു -NF കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തെന്ന് വരും? E ഈസ് ഈക്വൽ ടു E0 മൈനസ്, ഇവിടെ നോക്കിയേ LN-ലാണ് കിടക്കുന്നത്. LN-ലെ ലോഗാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഇൻറ്റു 2.303. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തത്. 2.303 RT/NF ഇൻറ്റു ലോഗ് M/Mn+. ഓക്കെ, സിൻസ് കോൺസെൻട്രേഷൻ ഓഫ് M ഈസ് ഈക്വൽ ടു 1. എന്തുകൊണ്ടാണ് എമ്മിൻ്റെ കോൺസെൻട്രേഷൻ 1 ആയത്? ഒരു മെറ്റൽ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ, M എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല, അതിൻ്റെ കോൺസെൻട്രേഷൻ 1 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റാം? E ഈസ് ഈക്വൽ ടു E0 മൈനസ് 2.303 RT/NF. NF എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തിട്ട് വെട്ടിപ്പോവാത്ത NF ആണ്. ലോഗ് 1/Mn+. ഇനി നമുക്ക് ആ 1 കഴിഞ്ഞ് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ ഈ മൈനസ് അങ്ങ് പ്ലസ് ആവും. E ഈസ് ഈക്വൽ ടു E0 പ്ലസ് 2.303 RT/NF ഇൻറ്റു ലോഗ് Mn+. ഇനി ആറും ടിയും എഫും ഒക്കെ കോൺസ്റ്റൻറ്റുകളാണ്. നമുക്കതിൻ്റെ വാല്യൂ അറിയാം. R ഈസ് ഈക്വൽ ടു 8.314 ആണ്. T ഈസ് ഈക്വൽ ടു 298 കെൽവിൻ ആണ്. F ഈസ് ഈക്വൽ ടു 96500. നിങ്ങളത് കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതെല്ലാത്തിൻ്റെയും കൂടെ വാല്യൂ അപ്ലൈ ചെയ്ത് 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? E ഈസ് ഈക്വൽ ടു E0 പ്ലസ് 0.0591/n ഇൻറ്റു ലോഗ് Mn+. ഇതാണ് സ്റ്റാൻഡേർഡ് നെർൻസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ജനറലായിട്ട് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി എന്ന് പറഞ്ഞ ജനറലായിട്ടൊരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നെർൻസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? E ഈസ് ഈക്വൽ ടു E0 പ്ലസ്, ഇവിടെ 2.303 RT/N ആണ്, അതിന് പകരം 0.0591/n എന്ന് എഴുതിയാലും മതി. ലോഗ് പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനെ ഡിവൈഡഡ് ബൈ
റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ. ഇനി ആ സി എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ മുകളിലൊരു ചെറിയ സി എഴുതാൻ കാരണം അതിലിപ്പം ഇപ്പം നമുക്കൊരു ഇക്വേഷൻ എടുത്താൽ ചിലപ്പോൾ പറയും N2+3H2 gives 2NH3. നമ്മൾ ബാലൻസ് ചെയ്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ വരുമ്പോൾ ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, പവറായിട്ട് എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് അതിനെ ആ ചെറിയ സിയും വലിയ സിയും കൊണ്ട് അതിനെയൊക്കെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E ഈസ് ഈക്വൽ ടു E0 + 0.0591/n × log കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. അപ്പോൾ ഇനി നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ ന്യൂമറിക്കൽസ് നമ്മൾ പഠിക്കും. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഒരു നേൺസ്റ്റ് ഇക്വേഷനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇലക്ട്രോഡിനെയും ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനെയും കൂടെ റിലേറ്റ് ചെയ്യുന്നൊരു ഇക്വേഷനാണ്. ഇനി ആപ്ലിക്കേഷൻ, നമ്മൾ എന്തിനാണ് ഈ നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഇവരെ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രോലൈറ്റിക് കോൺസെൻട്രേഷൻ ഓൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതായത് നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനും ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലും തമ്മിലുള്ള എന്താണ് അവരുടെ റിലേഷൻ എന്ന് കണ്ടുപിടിക്കാനാണ്. അതായത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനും സിങ്കും കൂടെ ഇട്ട് വയ്ക്കുന്ന ആ ഒരു സെല്ലിൻ്റെ EMF ഈ സിങ്കിൻ്റെ കോൺസെൻട്രേഷനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ അണ്ടർ നോൺ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. ഇനി സ്റ്റാൻഡേർഡ് കണ്ടീഷൻ അല്ലെങ്കിൽ കൂടി, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 298 കെൽവിനും 1 atmospheric pressure. ഇതല്ലെങ്കിൽ കൂടി ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഡിറ്റർമിനേഷൻ ഓഫ് അൺനോൺ കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓഫ് ദ അയോണിക് സ്പീഷീസ് ഇൻ എ സെൽ. ഇപ്പോൾ നമുക്കിപ്പോൾ നേൺസ്റ്റ് ഇക്വേഷൻ അറിയാം, അതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കോൺസെൻട്രേഷൻ അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാത്തമെറ്റിക്കലി അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ pH കണ്ടുപിടിക്കാൻ, ഒരു സൊല്യൂഷൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇവിടെ നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ E ഈസ് ഈക്വൽ ടു E0 + 0.0591/n × log Mn+ എന്നാണ്. ഇതിലിപ്പോൾ നമുക്ക് എല്ലാം അറിയാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് n അറിഞ്ഞുകൂടാ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കത് കണ്ടുപിടിക്കാം. അതുപോലെ അറിഞ്ഞുകൂടാത്ത എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് റെഫറൻസ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പറയുന്നു, അപ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ തന്നിട്ട് ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം അത് ഒറ്റ ഹാഫ് സെല്ല് മാത്രമേ ഉള്ളൂ. അതിനിപ്പുറത്തോട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും കൂടെ വന്നാൽ മാത്രമേ അത് ഡാനിയൽ സെല്ലാവത്തുള്ളൂ, അല്ലേ? അപ്പം അങ്ങനെ സിംഗിളായിട്ടൊരു സാധനം തന്നിട്ട് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് റെഫറൻസ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സിൻസ് നെയ്തർ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ ടേക്സ് പ്ലേസ് ഇൻഡിപെൻഡൻ്റ്ലി, ബോത്ത് ഒക്കുവർ സൈമിൾട്ടേനിയസ്ലി. ഒരു സിസ്റ്റത്തിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നാൽ മാത്രമേ നമുക്കതിൻ്റെ EMF കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. Hence, we can find out the relative value of electrode potential by coupling it with the universally accepted reference electrode. അപ്പം നമുക്ക് ഒറ്റ ഹാഫ് സെല്ലേ തന്നിട്ടുള്ളെങ്കിൽ അതിനെ നമുക്ക് യൂണിവേഴ്സലായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെഫറൻസ് ഇലക്ട്രോഡ്, ആൾറെഡി അതിൻ്റെ EMF എല്ലാം നമുക്ക് അറിയാവുന്നതായിരിക്കും, അത് കൊണ്ടുവന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു മൊത്തത്തിലുള്ളൊരു സെല്ലായിട്ട് കിട്ടും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെയൊക്കെ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡുകളെ വിളിക്കുന്ന പേരാണ് റെഫറൻസ് ഇലക്ട്രോഡ്. റെഫറൻസ് ഇലക്ട്രോഡ്സ് ആർ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഇലക്ട്രോഡ് that can be used to find the electrode of unknown cells. unknown electrode EMF ഉള്ള സെല്ലുകളുടെ EMF കണ്ടുപിടിക്കാൻ വേണ്ടി നോൺ EMF ഉള്ള യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്ത ഇലക്ട്രോഡുകളെ വിളിക്കുന്ന പേരാണ് റെഫറൻസ് ഇലക്ട്രോഡ്സ്. ഓക്കെ, 2 ടൈപ്പ് റെഫറൻസ് ഇലക്ട്രോഡാണുള്ളത്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡും സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡും. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിന് എക്സാമ്പിൾ SHE, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡിന് എക്സാമ്പിൾസ് 2 പേരുണ്ട്,
കലോമൽ ഇലക്ട്രോഡും ഗ്ലാസ് ഇലക്ട്രോഡും. അപ്പോൾ നമുക്ക് ഇവരുടെ വർക്കിംഗ് ആണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ റെഫറൻസ് ഇലക്ട്രോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിലെ അക്സെപ്റ്റഡ് നോൺ പൊട്ടൻഷ്യലുള്ള ഇലക്ട്രോഡുകളാണ്. അതിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഹാഫ് സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം നമുക്ക് നോക്കാനുള്ളത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. SHE ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്യാസ് ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു ഗ്യാസ് ഇലക്ട്രോഡ്, അതായത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് അതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇനേർട്ട് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ 1 molar HCl സൊല്യൂഷൻ. അതായത് ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഒരു ബീക്കറിനകത്ത് HCl സൊല്യൂഷൻ എടുത്ത് വയ്ക്കുക, അതിനകത്തോട്ടൊരു ഗ്ലാസ് കമത്തി വയ്ക്കുക, അതിനകത്തൂടെ നമ്മളൊരു പ്ലാറ്റിനം വയർ ഇൻസേർട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് SHEയുടെ ഓവറാൾ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് കോണ്ടാക്ട് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 1 atmospheric pressure. ഇനി അതിൻ്റെ ഒരു വശത്തോട്ട് ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. SHE ഈസ് എ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ്. SHE എന്തിന് എക്സാമ്പിളാണ്? പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിന് എക്സാമ്പിളാണ്. ഇനി പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡുകളുടെ EMF നമുക്ക് പൊട്ടൻഷ്യൽ നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. SHEയുടെ പൊട്ടൻഷ്യൽ എപ്പോഴും 0 അവരാരുടെ കൂടെ ഇരുന്നാലും അവരുടെ പൊട്ടൻഷ്യൽ എന്താണ്? 0. ഇനി ഇതിനൊരു സെൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പ്ലാറ്റിനം H2, H+. H+ എവിടെ നിന്ന് വെച്ചാൽ ഇത് ഒഴിച്ചു വച്ചിരിക്കുന്ന HCl സൊല്യൂഷൻ്റെ H+. SHE ഈസ് എ റിവേഴ്സിബിൾ ഇലക്ട്രോഡ്. നമുക്ക് SHEനെ നമുക്ക് ആനോഡായിട്ട് ഉപയോഗിക്കാം, കാഥോഡായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഇതിനെ റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. It can act as a cathode or anode depending on the potential of electrode to which it is coupled. അത് കപ്പിൾ ചെയ്തിരിക്കുന്ന അത് ഏത് ഇലക്ട്രോഡുമായിട്ടാണോ ചേർത്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ നേച്ചർ അനുസരിച്ച് SHEക്ക് എന്താവാനുള്ള കഴിവുണ്ട്? ആനോഡാകാനും കഴിവുണ്ട്, കാഥോഡാവാനും കഴിവുണ്ട്. കാരണം ഇപ്പോൾ സിങ്കാണ് ഇവരുമായിട്ട് അടുത്ത് വന്നിരിക്കുന്നത്. സിങ്ക് എപ്പോഴും ആനോഡാണ്. അത് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. സിങ്ക് എപ്പോഴും ആനോഡാണ്, കോപ്പർ എപ്പോഴും കാഥോഡാണ്. അപ്പോൾ സിങ്കാണ് ഈ SHEയുമായിട്ട് കപ്പിൾ ചെയ്യുന്നതെങ്കിൽ, അതായത് യോജിപ്പിക്കുന്നതെങ്കിൽ, സിങ്ക് എപ്പോഴും ആനോഡാകുമ്പം SHE ആരായിട്ട് മാറും? കാഥോഡായിട്ട് മാറും. മറിച്ച് കോപ്പർ ആണ് എങ്കിൽ കോപ്പർ എപ്പോഴും കാഥോഡാണ്. അപ്പം SHE എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. ഇഫ് ദ പൊട്ടൻഷ്യൽ ഓഫ് കപ്പിൾഡ് ഇലക്ട്രോഡ് ഈസ് ലെസ് ദാൻ 0, SHE അണ്ടർഗോ റിഡക്ഷൻ. കപ്പിൾ ചെയ്യുന്നത് ലെസ് ദാൻ 0 ഈ പറഞ്ഞത് തന്നെയാണ്. SHE എന്തായിട്ട് ആക്ട് ചെയ്യും? റിഡക്ഷൻ ആവും. SHEക്ക് റിഡക്ഷൻ സംഭവിക്കും. റിഡക്ഷൻ സംഭവിക്കുന്നത് കാഥോഡിനാണ് എപ്പോഴും. ഓക്കെ, അപ്പോൾ SHEയുടെ ഇക്വേഷൻ ചോദിച്ചാൽ ഇതാണ്. H++ ഇലക്ട്രോൺ ഗീവ്സ് ഹാഫ് H2. അതായത് അതിൽ ബബിൾ ചെയ്യുന്ന ഹൈഡ്രജൻ ഗ്യാസ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഹാഫ് H2 ആവും. ഇനി നേരെ മറിച്ച് ഓക്സിഡേഷൻ ആണെങ്കിൽ ഈ ഹാഫ് H2 ഡീകമ്പോസ് ചെയ്ത് H+ ഇലക്ട്രോണുമായിട്ട് മാറും. ഇനി പൊട്ടൻഷ്യൽ കൂടുതലാണ്, പോസിറ്റീവ് ആണെങ്കിൽ SHEക്ക് ഓക്സിഡേഷൻ സംഭവിക്കും. SHE ആനോഡായിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ആ ഒരു ഓവറാൾ അറേഞ്ച്മെൻറ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ബീക്കർ ഇൻ വിച്ച് എ പ്ലാറ്റിനം വയർ ഈസ് ഇൻസേർട്ടഡ് ത്രൂ എ ഗ്ലാസ് ട്യൂബ്. ഇനി അറ്റ് ദ എൻഡ് പൊസിഷൻ ദർ ഈസ് എ പ്ലാറ്റിനം ഫോയിൽ. ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ബബിൾഡ് ഇൻ ടു ദ ഗ്ലാസ് ട്യൂബ്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ ദ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. The relative electrode potential can be measured by coupling with the reference electron. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സിങ്ക് മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സിങ്കിൻ്റെ അടുത്ത് ഒരു സോൾട്ട് ബ്രിഡ്ജും ഒരു വോൾട്ട് മീറ്ററും കൂടെ വച്ചിട്ട് നമ്മൾ SHE എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. The standard electrode potential of zinc can be measured by coupling with SHE. Zinc has negative reduction potential. Zinc act as anode. Zinc എപ്പോഴും എന്തായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ? ആനോഡായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്ന സെഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്ലിയർ ആവും. സിങ്ക് എപ്പോഴും ആനോഡായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ SHE എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ആ ഒരു കപ്ലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്ന ഫിഗറിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനുമായിട്ട് എടുത്ത് ഒരു ബീക്കറിൽ വെച്ചിരിക്കുന്നു. ഇപ്പുറത്ത് SHE വെച്ചിരിക്കുന്നു. ഇവരെ രണ്ടിനെയും കൂടെ സോൾട്ട് ബ്രിഡ്ജ് വെച്ചും വോൾട്ട് മീറ്റർ വെച്ചും കണക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ വോൾട്ട് മീറ്ററിൽ സ്വാഭാവികമായിട്ടും ഇവർ രണ്ടും കൂടെ ഉള്ള സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എഴുതി കാണിക്കുന്നുണ്ട്. 0.7600 വോൾട്ട് എന്ന് എഴുതി കാണിക്കുന്നത് അത് ആ ഫിഗറിൽ വ്യക്തമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓവറാൾ പൊട്ടൻഷ്യലും അറിയാം, SHEയുടെ പൊട്ടൻഷ്യൽ 0 ആണെന്നും അറിയാം. അപ്പോൾ നമ്മൾ ആരുടേത് കണ്ടുപിടിക്കണം? സിങ്കിൻ്റെത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നിങ്ങളുടെ കയ്യിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ തന്നിട്ട് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇതേപോലെ SHEയുമായിട്ട് കപ്പിൾ ചെയ്തിട്ട് നമുക്ക് SHEയുടെ പൊട്ടൻഷ്യൽ 0 ആണെന്ന് അറിയാം. ഓക്കെ, ഓവറാൾ പൊട്ടൻഷ്യൽ വോൾട്ട്മീറ്ററിൽ എഴുതിയും കാണിക്കുന്നുണ്ട്. ഇനി നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഓക്കെ, ഈ സെൽ എന്ന് പറഞ്ഞാൽ ആ സെല്ലിൻ്റെ ഓവറാൾ പൊട്ടൻഷ്യൽ, അതെന്ന് പറഞ്ഞാൽ കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിൻ്റെ പൊട്ടൻഷ്യലാണ്. ആരാണ് ഇവിടെ കാഥോഡ് എന്ന് പറയുന്നത്? സിങ്ക് എപ്പോഴും ആനോഡാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാഥോഡ് ആരാണ്? SHE. ആനോഡ് ആരാണ്? സിങ്ക്. അപ്പം സിങ്കിൻ്റെയാണ് നമുക്ക് അറിഞ്ഞൂടാത്തത്. ഓവറാൾ പൊട്ടൻഷ്യൽ 0.76 എന്നറിയാം. അപ്പോൾ ഈ സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. അതിനെ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ സെൽ ഈസ് ഈക്വൽ ടു E0 SHE മൈനസ് E0 സിങ്ക്. ദാറ്റ് മീൻസ് 0.76 ഈസ് ദ ഓവറാൾ പൊട്ടൻഷ്യൽ. അതെവിടെ ഉണ്ട്? വോൾട്ട്മീറ്റർ റീഡിങ്ങിലുണ്ട്. 0.76 ഈസ് ഈക്വൽ ടു E0 കാഥോഡ് 0 ആണ്. കാരണം SHEയുടെ പൊട്ടൻഷ്യൽ അത് എവിടെ വച്ചാലും എന്താണ്? 0 ആണ്. മൈനസ് E0 സിങ്ക്. എന്ത് ചെയ്യണം? E0 സിങ്കിനെ ഇങ്ങനെ ഇപ്പുറം കൊണ്ട് വരുമ്പോഴത്തേക്കിന് 0 മൈനസ് 0.76 എന്ന് പറയും. അപ്പോൾ എത്ര വരും? -0.76. അപ്പോൾ നമ്മൾ സിങ്കിൻ്റെത് കണ്ടുപിടിച്ചില്ലേ? -0.76 ആണ്. ഇതുപോലെ നമുക്ക് കോപ്പറും കണ്ടുപിടിക്കാം. കോപ്പർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ട്മീറ്ററിൽ ഒരു റീഡിങ് കാണിക്കും. അപ്പോൾ 0യിൽ നിന്ന് അതിന് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. 0 വരാൻ കാരണം SHE കപ്പിൾ ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ SHE എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അതെന്ന് പറഞ്ഞാൽ ഒരു ബീക്കറിനകത്ത് HCl വയ്ക്കുക, അതിനകത്തോട്ടൊരു ഗ്ലാസ് ഇമേഴ്സ് ചെയ്ത് വയ്ക്കുക, അതിനകത്തൂടെ പ്ലാറ്റിനം വയറ്, ഒരു പ്ലാറ്റിനം ഫോയിൽ. പ്ലാറ്റിനം ഇറക്കി വയ്ക്കുന്നത് പ്ലാറ്റിനത്തിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാനുള്ള കഴിവുള്ളത്. അതുകൊണ്ടാണ് പ്ലാറ്റിനം തന്നെ നമ്മൾ എടുക്കാൻ കാരണം. എന്നിട്ട് അതിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ഗ്യാസ് ബബിൾ ചെയ്യുന്നുണ്ട്. ഇതാണ് SHEയുടെ ഒരു ഓവറാൾ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. SHE എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നോണാണ്, അത് 0 ആണ്. അതിന് കൂടെ കപ്പിൾ ചെയ്യുന്ന ആളെ അനുസരിച്ച് കാഥോഡ് ആവാനും കഴിവുണ്ട്, ആനോഡ് ആവാനും കഴിവുണ്ട്. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് എക്സാമിന് ചിലപ്പോൾ ചോദിക്കും, ഷോ ദാറ്റ് SHE ഈസ് എ റിവേഴ്സിബിൾ ഇലക്ട്രോഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിങ്കിൻ്റെ വച്ചിട്ട് എക്സാമ്പിളായിട്ട് എഴുതി കൊടുക്കണം. സിങ്ക് എപ്പോഴും ആനോഡാണ്. സിങ്ക് ആനോഡ് ആവാൻ കാരണം തന്നെ ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നെഗറ്റീവാണ്. നെഗറ്റീവ് ആണെങ്കിൽ ആനോഡും പോസിറ്റീവ് ആണെങ്കിൽ കാഥോഡുമാണ്. അപ്പോൾ സിങ്ക് ഈസ് കപ്പിൾഡ് വിത്ത് SHE. സിങ്ക് SHEയുമായിട്ട് വോൾട്ട്മീറ്ററും സോൾട്ട് ബ്രിഡ്ജും വെച്ച് കപ്പിൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഈ സെല്ലെന്ന് പറഞ്ഞാൽ ഓവറാൾ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ അതവിടെ എഴുതി കാണിക്കുന്നുണ്ട്. E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ SHE, പൊട്ടൻഷ്യൽ ഈസ് 0. ക്ലിയർ? ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓവർ എൻറ്റയർ pH റേഞ്ച്. ഏത് pH റേഞ്ചിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ആക്യുറേറ്റ് ആണ്. അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനമാണ്. നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണിത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പ്ലാറ്റിനമാണ് യൂസ് ചെയ്യുന്നത്. പ്ലാറ്റിനം മറ്റ് ആൾക്കാരുമായിട്ട് കയറി റിയാക്ട് ചെയ്തിട്ട് പോയ്സൺഡ് ആവും. ഇറ്റ് കാനോട്ട് ബി യൂസ്ഡ് ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉള്ള സൊല്യൂഷൻസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ അറ്റ് 1 atmospheric പ്രഷർ. നമ്മളെപ്പോഴും HCl എടുക്കുമ്പോൾ ഈ ഓവറാൾ പ്രഷർ 1 atm മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡായ SHE പറ്റിയാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി. 2 ടൈപ്പ് സെല്ലുണ്ട്, ഇലക്ട്രോളിറ്റിക് സെല്ല്, ഇലക്ട്രോകെമിക്കൽ സെല്ല്. ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ തന്നെ എക്സാമ്പിളായിട്ട് ഡാനിയൽ സെല്ല് പഠിച്ചു, അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു.
ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ പഠിച്ചു. ദെൻ നമ്മൾ പഠിച്ചത് നേൺസ്റ്റ് ഇക്വേഷനാണ്. ഇ സെൽ ഈസ് ഈക്വൽ ടു ഇ സീറോ സെൽ പ്ലസ് 0.059 ലോഗ് എം എൻ പ്ലസ് എന്ന് പറയുന്ന നേൺസ്റ്റ് ഇക്വേഷനിൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കി. പിന്നീട് നമ്മൾ നോക്കിയത് എന്താണ് റെഫറൻസ് ഇലക്ട്രോഡ്. ഒരു ഹാഫ് സെല്ലിനെ ഒറ്റയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ EMF ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നോണായിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുള്ള ഒരാളുമായിട്ട് കപ്പിൾ ചെയ്യുക. അതിന് വിളിക്കുന്ന പേരാണ് റെഫറൻസ് ഇലക്ട്രോഡ്. അത് 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡും സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡും. പ്രൈമറിക്ക് എക്സാമ്പിളായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെങ്കിൽ SHയും അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഫിഗർ, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. നമ്മളൊരു essay ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതുക, ദെൻ അതിൻ്റെ ഫിഗർ വരയ്ക്കുക, അതിൻ്റെ ഇക്വേഷൻസ് എഴുതുക, റിവേഴ്സിബിൾ ആണെന്ന് കാണിക്കുക, ദെൻ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.